ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നീ വേണ്ടെന്ന് പറഞ്ഞിട്ടും നിന്നെ തന്നെ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞ് സിദ്ധു നിർബന്ധം പിടിക്കുക. അനു ചന്ദ്രികയോട് പറയാണ്, സിദ്ധുവിനെ നീ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യിക്കരുത്, നീ അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കുക എന്നായിരുന്നു ചന്ദ്രികയുടെ മറുപടി. ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല. അത് കേട്ട് അനു പറയാണ്, സിദ്ധാർത്ഥിനെ പോലെ ഒരാളെ വിവാഹം കഴിക്കില്ലെന്ന് ആരും പറയില്ല. സിദ്ധാർത്ഥ് സാറിനെ പോലെ നല്ലൊരാളുടെ ജീവിതം നശിച്ചു പോകരുത് എന്ന് കരുതിയാ ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കാത്തത്. അപ്പം നീ സിദ്ധുവിനെ സ്വീകരിക്കില്ല അല്ലേ? ഇല്ല, ചന്ദ്രിക പറയാ. അപ്പോൾ അനു ചോദിക്കുകയാണ് വീണ്ടും, നിന്റെ ആ തീരുമാനം ഉറച്ചതാണോ? അതെ, ഉറച്ചു നിൽക്കുക. അപ്പം സിദ്ധുവിനെ ഞാൻ സ്നേഹിക്കും. കേട്ട് ചന്ദ്രിക ഒന്ന് ഞെട്ടുകയാണ്. അപ്പോൾ അനു പറയാണ്, നീ അദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ സിദ്ധാർത്ഥിനെ വീണ്ടും പ്രപ്പോസ് ചെയ്യും. എനിവേ താങ്ക്സ് ചന്ദ്രികയെ, നീ എനിക്ക് ചെയ്തത് ഒരു ഹെൽപ്പാണ്. എനിക്ക് വേണ്ടി സിദ്ധുവിനെ വിട്ടു തന്നതിന് താങ്ക്സ് ചന്ദ്രികെ, ഒരുപാട് താങ്ക്സ് ചന്ദ്രികെ. നാളെ തന്നെ സിദ്ധുവിനോട് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും. ഏയ് അനു അനു എന്ന് ചന്ദ്രിക പിറകിൽ നിന്ന് വിളിക്കുകയാണ്. പക്ഷേ അനു അതൊന്നും കേട്ട ഭാവം നടിക്കാതെ പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് മഹീന്ദ്രൻ സാറിനെയാണ്. അദ്ദേഹം സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണുള്ളത്, നല്ല ആലോചനയിലാണ്. അപ്പോഴാണ് ലക്ഷ്മി വരുന്നത്. ഏട്ടാ എന്ന് വിളിച്ച് ഒരു കപ്പ് ചായയോ മറ്റോ കൊടുക്കുകയാണ്. ചന്ദ്രിക ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതെ ഏട്ടാ, ഇന്നലെ ചന്ദ്രിക വെയിലും കൊണ്ട് സൈക്കിൾ ചവിട്ടി വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ചന്ദ്രിക ഇനി മുതൽ സൈക്കിളിൽ പോകണ്ട, അവൾക്കൊരു കാർ വാങ്ങിക്കൊടുക്കാം. എവിടേക്കാണെങ്കിലും അവൾ കാറിൽ പോയിക്കോട്ടെ. ലക്ഷ്മി ചിരിക്കുകയാണ്. കാറ് വാങ്ങിക്കൊടുക്കാമെന്നോ? കാറ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചന്ദ്രിക പോലും അതിന് സമ്മതിക്കില്ല. അധികം പറയുന്നതിനാ നമ്മളെ വീട്ടിലുള്ളവർ പോലും ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ തന്നെ കുഴപ്പിച്ച് കളയും. ആർക്കും സംശയം തോന്നാതിരിക്കണമെങ്കിൽ ഏട്ടൻ ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുക്ക്. നീ പറഞ്ഞതിൽ ശരിയാ ലക്ഷ്മി. ചന്ദ്രികയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും സംശയം തോന്നില്ല, അവളത് വാങ്ങുകയും ചെയ്യും. ഏട്ടാ, പക്ഷേ എന്ത് പറഞ്ഞാൽ സ്കൂട്ടർ വാങ്ങിക്കൊടുക്കുക? ചന്ദ്രികയ്ക്ക് സ്കൂട്ടർ വാങ്ങിക്കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഇനി എന്തെങ്കിലും ഒരു കാരണം കിട്ടാതിരിക്കില്ലല്ലോ. അതിനൊരു കാരണം കിട്ടും ലക്ഷ്മി. ഏട്ടാ, സ്കൂട്ടർ ഉണ്ടെങ്കിൽ ചന്ദ്രിക കോളേജിലും അതിൽ തന്നെ പോയിക്കോളും, ഓഫീസിലേക്കും പോയിക്കോളും. പിന്നെ മലറിനെ സ്കൂൾ കൊണ്ടുപോയി വിടുന്നതും അതിൽ തന്നെ ആയിരിക്കും. ചന്ദ്രികയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്തേക്കാം. എപ്പോഴാണ് വാങ്ങിക്കൊടുക്കുക? അടുത്ത ആഴ്ച തന്നെ വാങ്ങിക്കൊടുക്കാം. അത് നന്നായി ഏട്ടാ. ഏട്ടനും സന്തോഷത്തോടെ ചിരിക്കുകയാണ്. പിന്നെ ഇതാ ചന്ദ്രിക ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ പോയിട്ട് പൂജയും മറ്റുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്യാണ്. മലർ ചതയ നക്ഷത്രം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് തിരുമേനിയോട്. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനു പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. അപ്പം നീ സിദ്ധുവിനെ സ്വീകരിക്കില്ലല്ലോ? ഇല്ല. അപ്പോൾ അനു വീണ്ടും ചോദിക്കുകയാണ്, നിൻ്റെ ഈ തീരുമാനം ഉറച്ചതാണല്ലോ? അതെ. സിദ്ധുവിനെ ഞാൻ സ്നേഹിക്കും. അപ്പോഴാണ് അവിടെ ഒരു സ്വാമി ഉള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ ഒരു സ്ത്രീ വന്നിട്ട് പറയാണ്, സ്വാമി, എൻ്റെ മകനെ കാണുന്നില്ല, അവൻ തിരികെ വരുമോ എന്നൊന്ന് നോക്കിത്തരുമോ? അതിനെന്താ, ഭഗവാന്റെ മുമ്പിൽ പൂവിട്ട് നോക്കിയാൽ അറിയാമല്ലോ, ഇരിക്കേ. പിന്നെ സ്വാമി ഒരു പിടി പൂവ് വാരിയിട്ട് ആ സ്ത്രീയുടെ കൈ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ പൂവ് കുലുക്കി ഈ കളത്തിൽ ഇട്ടോളൂ. വെള്ളപ്പൂവും ചുവന്ന പൂവാണ്. വെള്ളപ്പൂവാണ് കൂടുതൽ വീണതെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകനെ തിരിച്ചു കിട്ടും. ചുവന്ന പൂവ് വീണാൽ മകനെ തിരിച്ചു കിട്ടുന്ന കാര്യം ഭഗവാന്റെ കയ്യിലാണ്. വെള്ളപ്പൂവാണ് കൂടുതൽ വീണത്, ഉറപ്പായും നിങ്ങളുടെ മകനെ തിരിച്ചു കിട്ടും. വളരെ നന്ദി. സന്തോഷം സ്വാമി. സ്വാമി ദക്ഷിണ എന്ന് പറഞ്ഞ് അവർ ദക്ഷിണയും കൊടുത്ത് പോവുകയാണ്. അപ്പോഴാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് കയറി വന്നത്. ചന്ദ്രികയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. നിങ്ങൾക്കും പൂവിട്ട് നോക്കണോ? അതെ സ്വാമി. ഇരിക്കൂ, അവിടെ ഇരിക്കൂ. നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അത് മനസ്സിൽ വിചാരിച്ച് ഈ പൂവ് കുലുക്കി ഈ വൃത്തത്തിനകത്ത് ഇടുക. വെള്ളപ്പൂവ് അധികം വീണാൽ നിങ്ങൾ വിചാരിച്ചത് നടക്കും. ചുവന്ന പൂവ് വീണാൽ അത് നടക്കില്ല എന്ന് അർത്ഥം. സ്വാമി ചന്ദ്രികയുടെ കയ്യിലും ഒരു പിടി പൂവ് വാരിക്കൊടുത്തു. എന്നിട്ട് പറയാണ്, ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പൂവ് കുലുക്കി ഈ വൃത്തത്തിനകത്ത് ഇടുക. ശരി സ്വാമി. അപ്പോൾ ചന്ദ്രിക മനസ്സിൽ ചിന്തിക്കുകയാണ്, എൻ്റെ മനസ്സിൽ സിദ്ധു സാറിനോടുള്ളത് പ്രണയമാണോ അതോ ബഹുമാനമാണോ? പ്രണയമാണെങ്കിൽ വെള്ളപ്പൂ വരട്ടെ, ബഹുമാനാണെങ്കിൽ ചുവന്ന പൂവും. ചന്ദ്രിക കുലുക്കിയിട്ടപ്പോൾ വീണത് വെള്ളപ്പൂവാണ് അധികവും. അപ്പോൾ സ്വാമി പറയാണ്, വെള്ളപ്പൂവാണ് അധികവും വീണിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച കാര്യം സാധിക്കും. അപ്പോൾ എനിക്ക് സിദ്ധു സാറിനോടുള്ളത് പ്രണയമാണോ? ചന്ദ്രികയും സ്വാമി ദാ എന്ന് പറഞ്ഞ് ദക്ഷിണ കൊടുത്ത് അവളും എണീറ്റ് പോവാണ്. ചന്ദ്രിക പറയാണ്, ഈശ്വര, അങ്ങയുടെ സന്നിധിയിൽ വെച്ച് പൂവിട്ട് നോക്കി, വെള്ളപ്പൂവാണ് വന്നിരിക്കുന്നത്. സിദ്ധു സാറിനോട് എനിക്കുള്ളത് പ്രണയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായതിനെ
സമൂഹം എങ്ങനെ എടുക്കും എന്നറിയില്ല. എനിക്ക് വല്ലാത്ത ആശങ്ക തോന്നുന്നു. എൻ്റെ വിഷമം ഞാൻ ആരോട് പറയും? വിഷമം അങ്ങ് തന്നെ തീർത്തു വെക്കണേ. പിന്നെ ഇതാ മഹേന്ദ്രൻ സാറിനെയും ലക്ഷ്മിയെയാണ് കാണിക്കുന്നത്. അപ്പോൾ ലക്ഷ്മി മഹേന്ദ്രൻ സാറിന് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മതി എന്ന് പറയാണ്. നല്ല സന്തോഷത്തോടു കൂടിയാണുള്ളത്. ചന്ദ്രിക എവിടെ? അവൾ മോളെ സ്കൂളിൽ കൊണ്ടുപോയി വിടാൻ പോയിരിക്കുക. എന്താ ചോദിച്ചത്? എത്ര നാളാണെന്ന് വെച്ചാൽ അവളിങ്ങനെ തനിച്ച് കഷ്ടപ്പെടുന്നത്? എത്രയും വേഗം തന്നെ അവൾക്ക് നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ചു കൊടുക്കാം ലക്ഷ്മി. ഡിവോഴ്സായി ഒരു പെൺകൊച്ചുമായിട്ടിരിക്കുന്നവളെ വിവാഹം കഴിക്കാൻ ആരാ ഏട്ടാ താല്പര്യം കാണിക്കുന്നേ? നല്ല മനസ്സുള്ളവർ ഒരുപാട് പേരുണ്ട്. നമ്മൾ വേണം അങ്ങനെ ഒരാളെ അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കാൻ. പണത്തിനും സ്വത്തിനും വേണ്ടി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തയ്യാറാകുന്നവൻ അവസാനം വരെ ആ പെൺകുട്ടിയെ സ്നേഹത്തോടെ നോക്കുമോ എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഒന്നും പ്രതീക്ഷിക്കാതെ പാവപ്പെട്ടവളാണെങ്കിലും സാരമില്ല എന്ന് വെച്ച് ചന്ദ്രികയെ സ്വീകരിക്കുന്ന ആരെങ്കിലും തയ്യാറാണെങ്കിൽ അവനായിരിക്കും ചന്ദ്രികയും മലരനെയും അവസാനം വരെ സംരക്ഷിക്കുക. അങ്ങനെയാണെങ്കിൽ ചന്ദ്രിക നമ്മുടെ മകളെന്ന് പറയാതെ അവൾക്ക് പയ്യനെ നോക്കണം. വരുന്നവൻ അവളുടെ സ്വത്തിനും പണത്തിനും ആഗ്രഹമില്ലാത്തവനായിരിക്കണം. ഇതല്ലേ ഏട്ടൻ പറയാൻ വന്നത്? അതേ ലക്ഷ്മി, ചന്ദ്രിക നമ്മുടെ മകളാണെന്ന് പറഞ്ഞാൽ അവളെ വിവാഹം കഴിക്കാൻ ഒരുപാട് പേര് വരും. പക്ഷേ എത്ര പേര് വിശ്വസ്തത ഉള്ളവർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ അവസ്ഥയിൽ ചന്ദ്രികയെയും മലരിനെയും ആരാണോ സ്വീകരിക്കാൻ തയ്യാറായി വരുന്നത് അവർക്ക് വേണം ചന്ദ്രികയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ. നാളെ ചന്ദ്രികയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അവകാശി എന്നുള്ള സത്യം അറിഞ്ഞാലും അവളുടെ പണമോ സ്വത്തോ ആഗ്രഹിക്കാത്ത ഒരാൾക്ക് വേണം അവളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ. അപ്പോഴാണ് സിദ്ധു സ്റ്റെയർകേസ് ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഏട്ടാ, നമ്മുടെ മോൾക്ക് സിദ്ധുവിനെ പോലെ ഒരു പയ്യനെ കിട്ടിയാൽ നന്നായിരുന്നു അല്ലേ? ഞാൻ വിചാരിച്ചു, നീ പറഞ്ഞു. എനിക്കും അങ്ങനെ ഒരാഗ്രഹം മനസ്സിലുണ്ട്. പിന്നെ എന്താ ഏട്ടാ, സിദ്ധുവിനേക്കാൾ നല്ലൊരു പയ്യനെ ചന്ദ്രികയ്ക്ക് ഒരിക്കലും കിട്ടില്ല. നമുക്ക് സിദ്ധുവിനെ ചന്ദ്രികയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാലോ? കാര്യത്തെക്കുറിച്ച് ഏട്ടൻ ജാനകിയോട് സംസാരിക്കാം. പക്ഷേ അതല്പം സ്വാർത്ഥതായി പോയില്ലേ എന്ന് തോന്നുന്നു. കാരണം ചന്ദ്രികയ്ക്ക് ഇപ്പം തന്നെ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുമുണ്ട്. ഇങ്ങനെയുള്ളൊരു പെണ്ണിനെയാണോ എൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ പോകുന്നത് എന്ന് ഓർത്ത് ജാനകി വിഷമിക്കാനും പാടില്ലല്ലോ. അതും ശരിയാ ഏട്ടാ. ജാനകി തന്നെ ഇങ്ങോട്ട് വന്ന് ആ കാര്യം ചോദിച്ചിരുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ സാരമില്ലായിരുന്നു. പക്ഷേ ജാനകിയുടെ മനസ്സിൽ എന്താണെന്നറിയില്ലല്ലോ. ജാനകിയുടെ മനസ്സിലുള്ളത് അറിയുന്നതിന് മുമ്പേ സിദ്ധാർത്ഥിൻ്റെ മനസ്സിൽ ചന്ദ്രികയെ വിവാഹം കഴിക്കാൻ താല്പര്യമാണോ എന്നറിയണ്ടേ? അതും ശരിയാ. പക്ഷേ സിദ്ധാർത്ഥിന് ചന്ദ്രികയെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. എന്തെന്ന് വെച്ചാൽ അവൻ ചന്ദ്രികയ്ക്ക് വേണ്ടിയും മലരിന് വേണ്ടിയും ഒരുപാട് സാഹചര്യങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. അതിനൊക്കെ മുമ്പ് ചന്ദ്രികയെ ഇനിയൊരു വിവാഹത്തിന് സമ്മതിപ്പിക്കണം. അതേ ഏട്ടാ, ചന്ദ്രിക വരട്ടെ, അവളോടൊന്ന് സംസാരിച്ച് നോക്കാം. ഏട്ടൻ കഴിക്ക്. ശരി. പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയാണ്. സിദ്ധു വണ്ടിയുമായിട്ട് പോവുകയാണ്. അപ്പോൾ സിദ്ധുവിന് ഒരു കോൾ വരികയാണ്. വിളിക്കുന്നത് അനുവാണ്. ഹലോ, ഹായ് സിദ്ധു, ഞാൻ അനുവാണ്. അനുവാ സംസാരിക്കുന്നത്. നിനക്കെങ്ങനെയാണ് എൻ്റെ മൊബൈൽ നമ്പർ കിട്ടിയത്? നിങ്ങളെ നമ്പർ കിട്ടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ, ചന്ദ്രികയുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത്? ചന്ദ്രിക തരില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ വേറൊരാളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. ശരി, പറ, എന്താ കാര്യം? ഈ കാര്യം നേരിട്ടാണ് സംസാരിക്കേണ്ടത്. എങ്കിലും എനിക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഫോണിൽ പറയുന്നത്. അവൾ ചന്ദ്രികയെ സ്നേഹിക്കുന്നു എന്ന് അവൾ പറഞ്ഞു. അത് സത്യമാണോ? അതെ, സത്യമാണ്. ചന്ദ്രികയാണ് ഞാൻ സ്നേഹിക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ചന്ദ്രിക നിങ്ങളെ സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്വീകരിക്കുന്നില്ല. അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾക്ക് സ്വീകരിച്ചൂടെ? ചന്ദ്രിക എന്നെ സ്നേഹിക്കുന്നില്ലെന്ന കാര്യം ആരാ പറഞ്ഞത്? ചന്ദ്രിക തന്നെയാണ് പറഞ്ഞത്. അല്ല, ചന്ദ്രിക എന്ത് തീരുമാനം എടുക്കണം എന്നറിയാതെ കൺഫ്യൂഷനിലാണ്. അതുകൊണ്ടായിരിക്കും മേ ബി അവൾ അങ്ങനെ പറഞ്ഞത്. ചന്ദ്രികയോട് ഞാൻ പിന്നെയും പോയി സംസാരിച്ചിരുന്നു. അവൾ അവളുടെ തീരുമാനത്തിൽ ഉറച്ചാ നിൽക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനുമില്ല. സോ എൻ്റെ സ്നേഹം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്നും നിങ്ങളെ വിളിച്ച് പ്രപ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും. അത്രയും പറഞ്ഞ് അനു ഫോൺ കട്ട് ചെയ്തു. ഇത് ഫോണും കയ്യിൽ പിടിച്ചിട്ട് ചിന്തിക്കുകയാണ്, എന്താ ഇത്, ഇവൾക്ക് തലയ്ക്ക് സുഖമില്ലെന്നാണ് തോന്നുന്നത്. ചന്ദ്രികയ്ക്ക് ഇങ്ങനെ ഒരു ഫ്രണ്ടോ? പിന്നെ കാണിക്കുന്നത് മനീഷിനെയാണ്. മനീഷ് ഓഫീസിൽ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് മേഘ അതുവഴി പോകുന്നത്. മനീഷ് മേഘ നടന്നു പോകുന്നത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മേഘ അതേപോലെ തന്നെ സ്ലോ മോഷനിൽ അങ്ങനെ പോവുകയാണ് നടന്നിട്ട്. മേഘ അവിടെ ഒരു സ്റ്റാഫുമായിട്ട് എന്തോ കാര്യമായ കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അനീഷാണെങ്കിൽ അവളുടെ ഓരോ ചലനവും സംസാരവും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിന്നെ മറക്കാനേ കഴിയുന്നില്ല മേഘ. ഞാൻ എത്രയോ തവണ ശ്രമിച്ചു നോക്കി. പക്ഷേ നമ്മുടെ കഴിഞ്ഞുപോയ പ്രണയം എനിക്കെൻ്റെ മനസ്സിൽ നിന്നും ഇല്ലാതാക്കാനേ ഒഴിവാക്കാനേ പറ്റുന്നില്ല. നമ്മൾ രണ്ടുപേരും പ്രണയിക്കുക മാത്രമായിരുന്നെങ്കിൽ സാരമില്ലായിരുന്നു. നമ്മൾ രണ്ടുപേരും കുറച്ചു കാലം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു പോയതാണല്ലോ. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ മറക്കാനേ സാധിക്കാത്തത്. എന്നാലും നീ വിവാഹം കഴിച്ച് മറ്റൊരു ജീവിതം ആരംഭിച്ചു. എന്നാലും നിന്നെ ഞാൻ ശല്യം ചെയ്യില്ല. പക്ഷേ നിന്നോടുള്ള സ്നേഹം അങ്ങനെ തന്നെ ഉണ്ടാവും. ഞാൻ കാരണം നിന്റെ ജീവിതത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ മനീഷ് ചെയ്യുന്നത് അവൻ്റെ ഫോൺ ഓണാക്കിയിട്ട് കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അതായത് മേഘയും മനീഷും ഒന്നിച്ചുള്ള ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും ആ ഫോണിലുണ്ട്, എല്ലാ വീഡിയോസും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് നോക്കുകയാണ്. അങ്ങനെ മേഘയുടെ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അതുവഴി പാസ് ചെയ്ത് പോവുകയാണ്. പോകുന്ന സമയത്താണ് മനീഷ് വീഡിയോസ് നോക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അയ്യോ, ഇതൊന്നും ഇനിയും ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിച്ചിരിക്കുകയാണോ? ഇതെങ്ങാനും ആരെങ്കിലും കണ്ടാൽ എന്താവും നടക്കുക? പ്രത്യേകിച്ചും സിദ്ധു കണ്ടാൽ പിന്നെ അത്ര തന്നെ. മനീഷിനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചിട്ടേ പിന്നെ അവൻ അടങ്ങൂ. ആ മനീഷ്, ആ ഇല്ല, വീഡിയോ ആണ്. നിനക്കെന്താ ഭ്രാന്താണോ? എൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്തിനാ ഈ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്യാതെ സൂക്ഷിച്ചിരിക്കുന്നത്? അവൾ കുറച്ച് ഹാർഷായിട്ട് തന്നെ പറയാണ്, എൻ്റെ വീഡിയോസൊക്കെ മൊബൈലിൽ നിന്നും എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യണം എന്ന്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷം, അതായത് ഇനി വരാൻ പോകുന്ന കുറച്ച് വിശേഷം ഞാൻ പറയാം. ബോംബെയിൽ നിന്നും ഒരു ക്ലയൻറ്റ് നമുക്കൊരു പുതിയ പ്രൊജക്റ്റ് തന്നിരിക്കുക. സിദ്ധു ചന്ദ്രികയോട് പറയാണ്, ഈ പ്രോജക്ട്സിന് ചന്ദ്രിക വേണം ഡിസൈൻസ് വർക്ക് ചെയ്യാൻ. എന്താ സിദ്ധാർത്ഥ്, ചന്ദ്രിക വെച്ച് നീ തമാശ കളിക്കാണോ? മേഘ ചോദിക്കുകയാണ്. പ്രോജക്റ്റ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തോളാം. അങ്ങനെയല്ല, ചന്ദ്രിക ഡിസൈൻ ചെയ്യട്ടെ, നീയും ഡിസൈൻ ചെയ്. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിക്കോട്ടെ. ആരുടെ ഡിസൈൻസ് ആണോ ക്ലയൻറ്റ് സെലക്ട് ചെയ്യുന്നത് അതിന് വലിയ റിവാർഡ്സും ഉണ്ടാവും. അങ്ങനെ സിദ്ധു രണ്ടുപേർക്കുമായിട്ടൊരു മത്സരം കൊടുക്കുകയാണ്. അപ്പോൾ ആ മത്സരത്തിൽ ആരാണ് വിജയിക്കുക എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇനി വരാൻ പോകുന്ന ഭാഗം, നടക്കാൻ പോകുന്ന ഭാഗം കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. സീ യു ഓൾ.